മുഅ്മിനീങ്ങളെ, ഇന്നലെ പറഞ്ഞു വെച്ചത് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ. സ്വകാര്യ ജീവിതത്തിൽ ഗൈബിൽ അള്ളാഹുവിനെ പേടിച്ചവർക്ക് മഗ്ഫിറത്ത് ഉണ്ട്. അള്ളാഹുവിനെ പേടി ജീവിക്കും. എന്തെങ്കിലും കുറവുകൾ വന്നാൽ അത് അള്ളാഹു തആല പുറത്തു തരും. അതേപോലെ വ അജ്റുൻ കബീർ, ഉന്നതമായ ഏറ്റവും വലിയ പ്രതിഫലമാകുന്ന സ്വർഗമുണ്ട് എന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്വർഗം എന്ന് പറയുമ്പോൾ, ഉന്നതമായ പ്രതിഫലം സ്വർഗം എന്ന് പറയുമ്പോൾ സാധാരണ സ്വർഗമല്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സൂറത്ത് മുഹമ്മദിൽ നമുക്ക് പഠിപ്പിക്കുന്നു, മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ രൂപം, അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്ത് റബ്ബിനെ പേടിച്ച് ജീവിച്ച ആ മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിലെ രൂപം എങ്ങനെയാണെന്ന് അറിയുമോ? ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസ്, അതായത് അതിൽ പകർച്ച ബാധിക്കാത്ത വെള്ളത്തിന്റെ നദികളുണ്ട് ആ സ്വർഗത്തിൽ. പകർച്ചയില്ല അതില്. ശുദ്ധമായ കുടിക്കാൻ പറ്റിയ നദികളാണ് ആ സ്വർഗത്തിൽ ഉള്ളത്. അതാണ് പറഞ്ഞത് ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ഒരിക്കലും പകർച്ച ബാധിക്കാത്ത നല്ല ശുദ്ധ ജലമുള്ള നദികളാണ് ആ സ്വർഗത്തിലുള്ളത്. വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചികൾക്ക് പകർച്ച വരാത്ത, ടേസ്റ്റിനിക്ക് ചേഞ്ച് വരാത്ത പാലിനാലുള്ള പുഴകളാണ്, നദികളാണ് ആ സ്വർഗത്തിൽ ഉള്ളത്. വ അൻഹാറും മിൻ ഖംറിൻ ലസ്സത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള മദ്യമാണ്, കള്ളാണ് അതിൽ പാനീയമായിട്ടുള്ളത്. സൂറത്തുൽ വാഖി നാം പഠിച്ചിട്ടുണ്ട്, മദ്യമുണ്ട് സ്വർഗത്തിൽ. ആ മദ്യം കുടിച്ചാൽ ദുനിയാവിന്റെ മദ്യം പോലത്തോ കരകരങ്ങുന്ന മദ്യമല്ല, മസ്താകുന്ന മദ്യമല്ല, നല്ല ടേസ്റ്റുള്ള, കുടിക്കാൻ നല്ല രുചിയുള്ള, ഒരിക്കലും കരകരക്കമില്ലാത്ത, ഒരിക്കലും മസ്താവാത്ത മദ്യത്തിനാലുള്ള പുഴകളാണ്, നദികളാണ് ആ സ്വർഗത്തിൽ ഉള്ളത്. വ അൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ പുഴകളാണ്. തേൻ മനസ്സിലായില്ലേ? ശുദ്ധീകരിക്കപ്പെട്ട, പീഞ്ഞെടുക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട തേനിനാലുള്ള നദികളാണ് ആ സ്വർഗത്തിൽ ഉള്ളത്. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫ്രൂട്ട്സുകളും, എല്ലാ കായ്കളും ആ സ്വർഗത്തിൽ ഉണ്ട്. വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, ആ മുത്തഖീങ്ങൾക്ക് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വലിയ മഗ്ഫിറത്തുമുണ്ട്. അതാണ് സ്വർഗം. അതെല്ലാം സൂറത്തുൽ വാഖിയ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. അൻഹാറുൽ ജന്നത്തി തുഫജ്ജറു മിൻ ജബലിൻ മിൻ മിസ്ക്, സ്വർഗത്തിലുള്ള പുഴകൾ, നദികൾ അത് മിസ്കിനാലുള്ള പർവ്വതത്തിട്ട് വലിച്ചു പൊട്ടി വരുന്നതാണ് എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോ സ്വർഗത്തിൽ പകർച്ച ബാധിക്കാത്ത ശുദ്ധജലങ്ങള്, അതേപോലെ തന്നെ ഒരിക്കലും ടേസ്റ്റ് മാറാത്ത പാലിനാളുള്ള നദികള് ആ സ്വർഗത്തിലുണ്ട്. അല്ലാഹു തആല സൂറത്ത് മുഹമ്മദിൽ നമുക്ക് എന്താക്കി തരുന്നു? പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ അറിയും ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതേപോലെ സൂറത്ത് ഖാഫിൽ കാണാം, വ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, മുത്തഖീങ്ങൾക്ക് അടുത്തു തന്നെ, ലേറ്റാവാതെ ആ സ്വർഗത്തെ കൊണ്ടുവരപ്പെടുന്നതാണ്. വ ഉസ്ലിഫത്തുൽ ജന്നത്തു, സ്വർഗത്തെ കൊണ്ടുവരപ്പെടും, ലിൽ മുത്തഖീന, തഖ്വ ചെയ്ത് ജീവിച്ച ആളുകൾക്ക്, ഗൈറ ബഈദ്, ലേറ്റൊന്നുമില്ല, വേഗം എന്നാ കൊണ്ടുവണ്ട്. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, സൂക്ഷ്മത പാലിച്ച, തൗബ ചെയ്ത് മടങ്ങിയ ആൾക്കാണ് ഈ സ്വർഗം. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി
വജാഅ ബിഖൽബിൻ മുനീബ്. ഒരാള് അള്ളാഹുവിനെ ഗൈബിൽ പേടിച്ചാൽ, കാരുണ്യവനായ റഹ്മാനായ റബ്ബിനെ ഗൈബിൽ പേടിച്ചാൽ, എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിച്ചെങ്കിൽ, വജാഅ ബിഖൽബിൻ മുനീബ്, നല്ല തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയ ഖൽബുമായിട്ട് ഒരാൾ വന്നാൽ അവനോട് പറയപ്പെടും ഉദ്ഖുലൂഹാ ബിസ്സലാം, നീ സമാധാനത്തോടുകൂടി സലാമത്തോടുകൂടി ആ സ്വർഗത്തിലേക്ക് കടന്നു പോവുക. ദാലിക യൗമുൽ ഖുലൂദ്, അത് നിന്റെ സ്ഥിരവാസമാണ്, നീ കാലാകാലം താമസിക്കേണ്ട പാർപ്പിടമാണ് ആ സ്വർഗം. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ആ സ്വർഗത്തിൽ അവർ എന്തെല്ലാം ഉദ്ദേശിക്കുന്നു, അവർ എന്തെല്ലാം സ്വർഗത്തിൽ കടന്ന് ഉദ്ദേശിക്കുന്നു, അത് മുഴുവനും ആ സ്വർഗത്തിലുണ്ട്. മാത്രമല്ല വലദൈനാ മസീദ്, അവർ ഉദ്ദേശിക്കാത്ത വേറെയും ഞങ്ങളുടെ ഭാഗത്ത് കൂടുതലായിട്ടുണ്ട്, അവർ ഉദ്ദേശിക്കുന്നതുമുണ്ട്. അതേപോലെ മാത്രമല്ല അതല്ലാതെ വേറെയും ജാസ്തിയായിട്ട് നമ്മളെ ഭാഗത്തുണ്ട് എന്ന് സൂറത്തുൽ ഖാഫിൽ പഠിപ്പിക്കുന്നു. അതേപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ, ഒരാൾക്ക് സ്വർഗം കിട്ടണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ 5 കാര്യം ചെയ്യണം. അവൻ 5 കാര്യം ചെയ്താൽ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട ഇത്രയും നിഅമത്തുകളുള്ള ആ സ്വർഗം അവനക്ക് ലഭിക്കും. ഏതാണ് ആ 5 കാര്യം? ഒന്നാമത് പണ്ഡിതന്മാർ പറയുന്നു, മിനൽ മആസി, പാപങ്ങൾ നിട്ട് തെറ്റുകൾ നിട്ട് അവന്റെ ശരീരത്തെ തടയുക. അവന്റെ ശരീരം കൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്തത് ചെയ്യാണ്ടിരിക്കുക, അള്ളാഹു നിഷിദ്ധമാക്കിയത് ചെയ്യാണ്ടിരിക്കുക. വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അതല്ലേ ഖുർആൻ പറഞ്ഞത്? എന്ത്? അവന്റെ ശരീരത്തെ അവൻ തടഞ്ഞാൽ, അവന്റെ ശരീരത്തെ ഹറാമിനെ തൊട്ട് കടിഈച്ചയെ തൊട്ട് അവന്റെ നഫ്സിനെ അവൻ തടഞ്ഞാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം അവന്റെ പാർപ്പിട സ്ഥലമാണ്. അപ്പൊ ഹറാം നിട്ട് തെറ്റുകൾ നിട്ട് അവന്റെ ശരീരത്തെ തടഞ്ഞിരുത്തുക. ചിലപ്പോൾ ഹറാമ് ചെയ്യണമെന്ന് നമ്മുടെ ശരീരം പറയുമ്പോൾ അത് വേണ്ട എന്ന് ദൂരത്തായി നിൽക്കുക. രണ്ടാമത് പണ്ഡിതന്മാർ പറയുന്നത്, ദുനിയാവിൽ ചെറിയത് കൊണ്ട്, അള്ളാഹു ദുനിയാവിൽ ചെറിയതായിരിക്കും, അതിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുക. അള്ളാഹു കൊടുത്ത ചെറിയ ചെറിയ നിഅമത്തുകളെ ദുനിയാവിൽ ചെറിയ ചെറിയ കിട്ടുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് തൃപ്തിപ്പെട്ട് ജീവിക്കുക. എന്തേ? ഇന്ന സമനൽ ജന്നത്തി അത്വാഅത്തു വതർക്കു ദുനിയ. സ്വർഗത്തിന് വില എന്താണെന്ന് അറിയുമോ? സ്വർഗം കിട്ടണമെങ്കിൽ ആ സ്വർഗത്തിന് വില എന്താണ്? അത്വാഅത്തു, അള്ളാഹുവിലേക്ക് വഴിപ്പെടലാണ്, അള്ളാഹുവിലേക്ക് വഴിപ്പെട്ട് ജീവിക്കലാണ്. വതർക്കു ദുനിയ, ദുനിയാവിനെ ഉപേക്ഷിക്കലാണ്. ഇതെന്തായിപ്പോയി? ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി ഫർള് നിസ്കാരങ്ങളെ ഒഴിവാക്കിപ്പോയി, ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി ഇല്ലാത്ത കളവുകൾ ചെല്ലേണ്ടി വന്നു, ദുനിയാവിനെ സമ്പാദിക്കാൻ വേണ്ടി ബഡ്ഡി വാങ്ങേണ്ടി വന്നു, ബഡ്ഡി കൊടുക്കേണ്ടി വന്നു, അതിക്ക് സാക്ഷിക്കേണ്ടി വന്നു. കാരണം ചെറിയത് മതിയാകുന്നില്ല. ഞങ്ങളെക്കാട്ടി താഴെ ഉള്ള ഒരാൾ നോക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. ഞങ്ങൾ നോക്കും, ഞങ്ങളെക്കാട്ടി നീറ്റ്, അവൻ കാറിൽ പോകുന്നു, അവന് ഡബിൾ കട്ടിനെ പോലെ, അല്ലെങ്കിൽ അവനക്ക് പിനൊന്നു. എന്റെ ആ ചെറിയ അതുകൊണ്ട് എനിക്ക് തൃപ്തിപ്പെടാൻ എന്നില്ല, എന്റെ ശരീരം കേൾക്കുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ചെറിയത് കൊണ്ട് തൃപ്തിപ്പെടുക, അപ്പൊ എനിക്ക് സമാധാനം ഉണ്ടാകും, അൽഹംദുലില്ലാ എന്ന് പറയുക. മൂന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞത്, എപ്പോഴും സ്വാലിഹായ നന്മ ചെയ്യാൻ വേണ്ടി, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ ആശിച്ചുകൊണ്ടേയിരിക്കുക. സ്വാലിഹായ കർമ്മത്തിന് മേൽ നീ എപ്പോഴും കൊതിച്ചവനായിരിക്കുക. എന്തേ? തിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. ആ സ്വർഗത്തിനെ അള്ളാഹു നൽകുന്നത് ആർക്കാണ്? നിങ്ങളെ നല്ല സ്വാലിഹായ അമൽ ചെയ്യുന്നവർക്കാണ് അള്ളാഹു തആല ആ സ്വർഗത്തിനെ റെഡിയാക്കി വെച്ചത്, തെരഞ്ഞെടുത്ത് വെച്ചത്. അപ്പൊ എപ്പോഴും ഇബാദത്ത് ചെയ്യണം, നിസ്കരിക്കണം, ജമാഅത്തിന് കൂടണം, സുന്നത്ത് നോമ്പ് നോക്കണം, ഫർള് നോമ്പ് നോക്കണം, ഇങ്ങനെ എപ്പോഴും കൊതിച്ചുകൊണ്ടേയിരിക്കുക. നാലാമത്തെ കാര്യം പറഞ്ഞത്,
വഅഹ്ലൽ ഖൈരി വയുഖാലിതഹും വയുജാലിസഹും. എപ്പോഴും സ്വാലിഹീങ്ങളെ ഇഷ്ടം വെക്കുക, ഖൈറിന്റെ ആളുകൾ ഇഷ്ടം വെക്കുക, അവരുമായിട്ട് ഇടക്കലർന്ന് ജീവിക്കുക, അവരെ കൂടെ ജീവിക്കുക. അത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു കാരണമാണ്. അഞ്ചാമത്തെ കാര്യം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അൻ യുക്സിറ ദുആ, ദുആ അധികരിപ്പിക്കുക. എപ്പോഴും റബ്ബിനോട് ദുആനോടിരിക്കുക. വയസ്അലുല്ലാഹ അൻ യർസുഖഹു വയഖ്തിമ ലഹു ബിഖൈർ. അവനിക്ക് ഇത് എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുക. അൻ യർസുഖഹു, നല്ലത് കിട്ടാൻ വേണ്ടി, നല്ല അമൽ ചെയ്യാൻ വേണ്ടി അവൻ അള്ളാഹുവിനോട് ചോദിക്കുക. അതേപോലെ അവസാനം മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. ഈ 5 കാര്യം ഉണ്ടായാൽ അവർക്ക് സ്വർഗം സമ്പാദിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞത് ദോഷത്ത് നിന്നിട്ട് അവന്റെ ശരീരത്തെ തടഞ്ഞു വെക്കുക, വേണ്ടാത്ത നിന്നിട്ട് അവന്റെ ശരീരത്തെ തടഞ്ഞു വെക്കുക. സമ്പാദിച്ചിട്ട് കഷ്ടം വന്നിട്ട് ചെറിയതാണെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയുക. ഇപ്പൊ ആരെ പൈസയാവും, ഏത് പൈസയാവും, ഒട്രാസി ഓനിക്ക് നല്ല അടിച്ച് പൊടിച്ച് ജീവിക്കണം. അവസാനം ദീനുമില്ല, ദുനിയാവുമില്ല, നാട് വിട്ട് ഓടേണ്ടി വന്നൊരവസ്ഥയായി പോയി. പിന്നെ എല്ലാവരുടെ ഭയം കേൾക്കാത്ത ശാപങ്ങളും കേൾക്കേണ്ടി വന്നു. ഉമ്മക്കും ബാപ്പക്കും മരിച്ചുപോയവർക്കും ഹയാത്തുള്ളവർക്കും അവന്റെ കാരണം കൊണ്ട് ദുനിയാവിലുള്ള ആളുകളും മൃഗങ്ങളടക്കം ശാപം വെക്കാൻ തുടങ്ങി. പിന്നെ എങ്ങനെയാണ് നമുക്ക് ബറക്കത്ത് കിട്ടുന്നത്? അള്ളാഹു ഞങ്ങൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. വഅസിറു ഖൗലക്കും അവ് ജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. നാളെ നമുക്ക് നോക്കാം. റഹ്മാനുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂലാക്കണം റഹ്മാനെ. നീ